നിർത്തിയാ നിർത്ത്. முதல்ல காசு விஷயம் பேசி அதுக்கப்புறம் எதுக்கு சார் இந்த மாதிரி ஒரு பேச்சு? காசு விஷயம் இல்லையே, வேலைதான் முக்கியம். உங்க மேல எனக்கு நம்பிக்கையே கிடையாது. எதுக்கு வேலை முடிஞ்சதுக்கு அப்புறம் கலாபிலா மாதிரி ஒரு பேச்சு? റേറ്റ് சொல்றா. 500 രൂപ കൂടെ. ഒരു 300 രൂപ ഞങ്ങൾക്ക് ലോഡ് ഞങ്ങൾ ഇറക്കാം. നീ ആരുടെ റേറ്റ് പറയാൻ? ഞങ്ങൾ ഇറക്കേണ്ട ലോഡിന് റേറ്റ് പറയേണ്ട ഞങ്ങളാ. വെറുതെ ഉടക്കുണ്ടാക്കാൻ നോക്കണ്ട, ഇത് ഞങ്ങളെ അതിർത്തിപ്പെട്ട ലോഡാ. തല മാത്രമേ നിങ്ങളുടെ ഭാഗത്തുള്ളൂ, ഓർഡറിൽ ഞങ്ങളുടെ യൂണിയന്റെ അതിർത്തിയില്ല. അതെ, തലയാണ് മോനെ മുഖ്യം. ഈ ലോഡ് CTU-കാർ ഇറക്കും. അതെ, അങ്ങ് പോയി പറഞ്ഞാൽ മതി, ഇത് ഞങ്ങളുടെ ലോഡാ, ഞങ്ങൾ ഇറക്കും. മാരിയപ്പാ, ഇറക്കടാ സാധനം. ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറാൻ അഹങ്കാരം കാണിക്കുന്നത്. നീ ആ വല്യേട്ടന്റെ കയ്യിൽ തഴമ്പ് കണ്ട? ചുമരെടുത്തുണ്ടായ തഴമ്പാത്. ആദ്യം പ്രായമായവരെ ബഹുമാനിക്കാൻ പഠിക്കണം. അവനെ വിട്, ആണുങ്ങളത്തോട് വാടാ. ഏത് ചുമലക്കാടായി ചാക്കി തൊടാൻ ചങ്കൂറ്റം? തൊടുന്നവന്റെ കൈവെട്ട ഞാൻ. അടിച്ചോക്കാൻ ധൈര്യമുള്ള മുമ്പോട്ട് വാടാ. വെറുതെ ചോര കണ്ട് തല ഇറങ്ങി വീഴാതെ പോടാ 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 പോടാ. സ്വന്തം ചോരയിൽ മുക്കിയെടുത്താളായി ചോപ്പ്. ആ ചോര ഞരമ്പിലോടുന്ന കാലം വരെ ഞങ്ങൾക്ക് തന്റെ ഇടത്തിന് കുറവുണ്ടാവില്ല. വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാതെ തരത്തി പോയി തത്തടാ പോടാ. ഒന്ന് പിടിച്ചു മാറ്റാ. തമ്മിത്തല്ലി തലകേറുന്നത് കണ്ട് മുതലാളിമാർ ഒരുപാട് പേരുണ്ട് ഇവിടെ. അതിന്റെ നഷ്ടം നമുക്ക് തന്നെ. ഈ ലോഡ് നമുക്ക് 2 കൂട്ടർ കൂടെ ഇറക്കാം. അത് മതി മച്ചാനെ. നമ്മുടെ യൂണിയന്റെ ഐക്യം ഇവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ മച്ചാ? യൂണിയന്റെ കാര്യമൊന്നുമല്ല. പോക്കത്തരം കളിച്ചാൽ ഞാൻ വിടില്ല. ഇനി ഈ ലോഡ് ഞങ്ങൾ ഇറക്കുന്നില്ല. നീ തന്നെ കൊണ്ടുപോയി തിന്നാ വരുന്നടാ. ഇറക്കണ ലോഡ്, നമ്മളെ ലോഡ് ഇറക്ക്. രാജപ്പം പൊന്നുപോലെ വളർത്തിയ പെണ്ണാണ് അവള്. അവളെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവിടെ ഒരു പ്രേമം കൊണ്ടുപോടാ. എന്റെ പെങ്ങളെ ചതിക്കാൻ നോക്കിയാലുണ്ടല്ലോ, കൊത്തി നുറുക്കി ഓടല. എന്താ പ്രശ്നം? ഈ കൊച്ചുമലയാളിക്ക് ഞങ്ങളുടെ പെങ്ങളോട് പ്രേമം അത്രേ. നീ ചെല്ല്, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. മച്ചാൻ പറഞ്ഞോണ്ട് പോണേ. എന്തായാലും 10 പേർക്ക് പോടാ, പോയി വേലയെ പറ. നീ ആ മഹാദേവൻ മോലാളുടെ മോനല്ലേ? പുള്ളി ഡീസന്റ് ആണല്ലോ, പിന്നെ നീ എന്ത് പിഴയായി പോയത്? വാ വാ വാ. എന്താ നിന്റെ പേര്? ഉണ്ണി. എടാ കൊച്ചനെ, ഈ പ്രായത്തിൽ ഒരുത്തിയെ കിട്ടിയ അവസരം കളയണമെന്നൊന്നും പറയല്ല. നോക്കിയും കണ്ടു സംഗതി ഒപ്പിക്കാവും. ഏതായാലും ഈ ചെരി വേണ്ട, സ്ഥലം സ്വല്പ പെശക. അയ്യോ, ഞാൻ അത്രക്കാരനല്ല. ചെന്താമര ഞാൻ നേരത്തെ അറിയും. എനിക്കവളെ വേണ്ട വേണ്ട വേണ്ട, മുഴുകിപ്പിക്കണ്ട.
ആ ഇഷ്ടവും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നാൽ എന്റെ മോനെ നട്ടല്ലെന്ന് വരൂല. പിന്നെ നിനക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാം. നിന്റെ അച്ഛൻ മഹാദേവനോട് പറയാം, ചെക്കന് വിമ്മിട്ടം തുടങ്ങി ഉടനെ കെട്ടിക്കണമെന്ന്. ദൈവത്തെ ഓർത്ത് ഇതൊന്നും അച്ഛനെ അറിയിക്കരുത്, എന്നെ കൊന്നുകളയും. ഓ, അപ്പൊ സംഗതിയുടെ കിടപ്പ് അങ്ങനല്ലേ? ക്യാഷ് വല്ലതും ഉണ്ടോ? ആ, മണി പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഓ, ഒരുപാട് കാശുണ്ടല്ലോ. ദാ 200 രൂപ എടുത്തുള്ളൂ ഒരു ഫുള്ളിന്. മച്ചാൻ അത്രയും മതി. മച്ചാനെ ആ, ഇതാര്? ആ, മോമ്പോ ഞാൻ ഏറ്റ് പോ. എന്ത് പറ്റി? കൊറേ കാലമായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. കാര്യമുള്ളപ്പോ വന്നാ മതിയല്ല. എന്താ ഇപ്പൊ കാര്യം? എന്നും ഇങ്ങനെ അടിയും പിടിയും കുത്തും ഒത്തൂർപ്പായിട്ട് ഈ ചേരിയിൽ ഇങ്ങനെ കൂലിപ്പയെടുത്ത് നടന്നാ മതിയാ? അത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അല്ല, നിനക്കൊന്ന് കെട്ടിക്കൂടെ? ഒന്നേ കെട്ടും. അത് നല്ല തൊട്ട് മേടിച്ച് എന്നെ കെട്ടും. നല്ല സെറ്റപ്പ് ഉണ്ടാവുമ്പോ മതിയടേ. എങ്കിലൊരു സെറ്റപ്പ് ഉണ്ട്. ഒന്ന് പോടെ. കാണുമ്പോ കൊറേ പുളു അടിച്ച് എന്നെ ഒരുമാതിരി ആക്കിയിട്ട് നീ അങ്ങ് പോകും. അതൊക്കെ വിട്, ഇതൊരു ഉഗ്രം കേസാ. നിനക്ക് മാത്രമേ പറ്റൂ. അത്ര ഡീസന്റ് പാർട്ടിയാ. ഏയ്, നീ എത്രയാ പ്രതീക്ഷിക്കുന്നത്? ഒരു 20-25,000 രൂപ. 25,000 രൂപ? കുറച്ചു കൂടി പോയി, നമുക്ക് സംസാരിച്ചുറപ്പിക്കാം. എടാ, നിനക്ക് ഞാൻ 2.5 കോടി രൂപ സ്വത്തുള്ള ഒരു കോടീശ്വരിയെ കെട്ടിച്ച് തരും. ഒരുമാതിരി എടാ, വേണ്ട, 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 വേണ്ട. ഞാൻ പറഞ്ഞത് കേൾക്കടാ. ഒരു ചായ എടു. എടാ, ഞാൻ കളി പറഞ്ഞതല്ല. എനിക്ക് വേണ്ട. വേണ്ടേ? വേണ്ട. നിനക്ക് ജീവിതകാലം മുഴുവൻ കരക്കാരുടെ മത്തങ്ങ ചേന ചേമ്പ് ചുമക്കാനുള്ള വിധി. ഇനിയിപ്പൊ ഞാൻ ആരെ തപ്പിയെടുക്കും ഈശ്വരാ? നീ സത്യം പറഞ്ഞാണോ? അതെ, എനിക്കും നിനക്കും കുറച്ച് ചിക്കിളി തരണ കേസാ. എഗ്രിമെന്റ് 50-50. പക്ഷേ ചെറിയ തരികിട കളിക്കണം. തരികിട എന്തായാലും ഈ കേസിൽ ഉണ്ടാവുമെന്നറിയാം. എന്താ തരികിട? അതൊക്കെ പറയാം മോനെ. കണ്ടപ്പാ, ഇവിടെ വാ, ഇവിടെ വാ. നീ ആരോട് ചോദിച്ചിട്ടാടേ ലോറി കയറിയത്? അതിപ്പോ ലോഡ് വന്നപ്പോ ഞാൻ ആര് ലോഡ് ഇറക്കണം, ആര് ലോറി കയറണമെന്ന് ഞാൻ തീരുമാനിക്കും. മേല വണ്ടി വരുമ്പോ ചാടി കയറിയ അടിച്ചിന്റെ കവാല കുട്ടി ഞാൻ പൊട്ടിക്കും. പോടാ. കണ്ടപ്പാ, ഇവിടെ വാ. പകുതി ലോഡ് നീ ഇറക്കിക്കും. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല മലയാളി. പോ പോ പോ. മച്ചാനെ, മച്ചാനെ, എനിക്ക് മാട്ടുപ്പെട്ടി ജംഗ്ഷനിൽ ഒരു കട തുറന്നു തരാൻ പറ്റുമോ? കട? ഒരുപാട് ചാക്ക് സാധനങ്ങൾ അടുക്കി വെക്കാൻ പറ്റിയ കട. എന്നിട്ട് എനിക്ക് വരുന്ന ലോഡ് മുഴുവൻ ആ കണ്ണപ്പനെ കൊണ്ട് ചോപ്പിക്കണം. ഏത് കണ്ണപ്പൻ? ചെറ്റക്കണ്ണപ്പൻ. ചേട്ടക്കണ്ണപ്പൻ? എന്റെ ആത്മാർത്ഥ ശത്രു. നിനക്ക് ഒരു കടയല്ല 9 കട ഞാൻ തരും. ഞാൻ പറഞ്ഞ മറ്റേ കാര്യം എന്തായി? അതൊക്കെ ഓക്കെ. ഞാൻ ഗൾഫിൽ കിടന്ന് പൊരി വെയിലത്ത് കഷ്ടപ്പെടുന്നാക്കിയ കാശ് കൊണ്ട് കുറെ ഏജൻസി എടുത്താ നിങ്ങൾക്ക് ഇവിടെ പണി വന്നത്. ഉത്തരവാദിത്വം നോക്കിയെടുത്താൻ പറ്റില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പൂട്ടിക്കിട്ടി എന്നെ പാട്ടിന് പോവും. പിന്നെ ഞം കഴിക്കാനേ നീയൊക്കെ വേറെ പണി അന്വേഷിക്കേണ്ടി വരും. പരമതന്തി, ദരിദ്രവാസി, ചെറ്റ, നാറി, കള്ളുകുടിയൻ, തല്ലുകൊള്ളി, താൻ തോന്നി. എന്താ ഇത്? അങ്ങനെ ഒരു ചെക്കനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു അടി കിട്ടാൻ നോക്കണ്ടായിരുന്നോ? അത് ശീലമായി പോയി. എന്റെ 50,000 അതൊക്കെ തരാം. പക്ഷെ അതിനു മുമ്പ് എന്റെ എല്ലാ പ്ലാനിങ്ങുകളും താൻ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യം അവരുടെ കല്യാണം, അത് കഴിഞ്ഞ് വധൂവരന്മാർ ആദ്യ രാത്രിയുടെ ലഹരിയിലേക്ക് മുഴുകുമ്പോ. ഓ മതി, നിർത്ത്. എന്തു പറ്റി? എനിക്ക് നാണാവുന്നു. അയ്യേ, അതിന് ഞാൻ അവരുടെ കിടപ്പറയിലേക്ക് അല്ല കടന്നു ചെല്ലുന്നത്. അല്ലേ? അല്ല, ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. പറ. പിന്നീട് ആ പ്രഭാര പ്രഭുവിന്റെ അടുത്തേക്ക് ഞാൻ ചെല്ലും. എന്നിട്ട് ഞാൻ ഉറക്കെ വിളിച്ചു പറയും, തന്റെ മകൾ കെട്ടിരിക്കുന്ന ഒരു തെണ്ടിയാണെന്ന്. ഇത് പുറത്ത് പറഞ്ഞ തല്ലുകൊള്ളില്ലേ? കൊള്ളും. പോലീസ് പിടിക്കില്ലേ? പിടിക്കും. ചിലപ്പോ 1-2 മാസം ജയിലിൽ കിടക്കേണ്ടതായിട്ടും വരും. അതിനൊക്കെ കൂടി ഈ 50,000 രൂപ നല്ല ചോള പോലെ തനിക്കാൻ കൂടി തരുന്നത്. എനിക്ക് തരണ്ട. കാശ് കിട്ടിട്ട് എന്താ കാര്യം? അനുഭവിക്കാൻ ആളില്ലെങ്കിൽ തീർന്നില്ലേ? ഇതുപോലൊരു ചതിക്ക് കൂട്ടുനിന്ന ആ തെണ്ടി പ്രഭു എന്നെ എടുത്തിട്ട് പൂശും. ബാക്കി ജീവൻ ആ മച്ചാനും എടുക്കും. കരയാതെ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതിനു മുമ്പ് നിന്റെ ജീവൻ ഞാൻ എടുക്കും. ഇല്ല, നിങ്ങൾ പറഞ്ഞ ഒരാളെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അവനെ ഇട്ട് വിറ്റ് തരികേയില്ല. മനോര, നീ വിട്ടുതരില്ല? ഇല്ല. ഇല്ല. ഇയാക്കെന്താ ചെവി കേട്ടൂടെ? ഇല്ല ഇല്ല ഇല്ല. നന്ദിയില്ലാത്ത ചേട്ട.